ഇന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്നും വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം അത് സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമി എന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുകളും കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ തന്നെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 3-ാം ദിവസം. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഓരോ ചിന്തകളും പ്രവൃത്തികളും അങ്ങ് അറിയുന്നല്ലോ ദൈവമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഇറങ്ങി വരണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നയിക്കാൻ ഉള്ള കൃപ തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളെ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.